നമസ്കാരം. സാധാരണ നമ്മൾ കൃഷിക്കാഴ്ചകളാണല്ലോ ചാനലിൽ പങ്കുവെക്കുക. പക്ഷെ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത്. നമ്മളുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈഗ 2026ന്റെ ഭാഗമായിട്ട് ഒരു കർഷക പാർലമെന്റ് സംഘടിപ്പിച്ചിരുന്നു. 140 മണ്ഡലങ്ങളിൽ നിന്നും ഓരോരുത്തരെ വീതം കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോരുത്തരെ വീതം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇവിടുന്ന് തരൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട പി പി സുമോദ് എം.എൽ.എയുടെ നിർദ്ദേശപ്രകാരം ഞാനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ കർഷകരുടെ ആശങ്കകൾ, പുതിയ ആശയങ്ങൾ, നിലവിലുള്ള സംശയങ്ങൾ എല്ലാം തന്നെ ചോദിക്കുകയും ചർച്ച ചെയ്യുവാണ് ഉണ്ടായത്. അതിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതില് ഇപ്പൊ ഇവിടെ ആദ്യമായി കാണിക്കുന്ന ഒരു കാര്യം നമ്മളുടെ FPO-കളുടെ ധാരാളം ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ നമ്മുടെ നാട്ടിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിരിക്കും കേര എന്നൊരു പദ്ധതി വേൾഡ് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കേര എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മികച്ച ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയായിട്ട് പോലും പലപ്പോഴും ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള FPO-കൾക്ക് മാത്രമാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനകത്തൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഫാർമർ പ്രൊഡ്യൂസർ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് മാത്രമാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിയുന്നത്. പലപ്പോഴും നമ്മളുടെ ഇവിടെ ഒരു ധാരാളം എഫ് പി ഒകൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ധാരാളം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ അതിന്റെ ഭാഗമായി അണിനിരക്കുന്ന FPO-കൾക്ക് പോലും പലപ്പോഴും ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഈ പദ്ധതികൾ ഒന്നും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി കഴിയുമോ? ഒരു FPO-നെ കൂടി പ്രതിനിധീകരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. 1400ഓളം കൃഷിക്കാരെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കേര പദ്ധതിയിൽ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയുള്ള വിവരം. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഉന്നയിച്ചു. നല്ല മറുപടിയും കിട്ടിയിരുന്നു. അതിനെക്കുറിച്ച് പരിശോധിക്കാമെന്നുള്ള നിലയ്ക്കുള്ള മറുപടി കിട്ടിയിരുന്നു. മറ്റൊരു കാര്യം ഉന്നയിച്ചത്, നിലവിൽ കേരളത്തിലെ കൃഷിഭൂമികൾ വളരെ ചെറുതാണല്ലോ. അപ്പോൾ പുതിയ തലമുറ കൃഷിയിലേക്ക് വരുമ്പോൾ അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള വരുമാനം കിട്ടണം. അതിന് ഈ ചെറിയ തുണ്ടുവൽക്കരിക്കപ്പെട്ട് പോയ ഭൂമി ഒരിക്കലും അതിന് പര്യാപ്തമാവില്ല. അതിനൊരു പരിഹാരം കരാർ കൃഷി അല്ലെങ്കിൽ പാട്ടകൃഷിയാണ്. അതിന് വേണ്ടൊരു സമഗ്ര നിയമം കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതും ഈ നിലയിൽ നല്ല നിലയ്ക്ക് തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഒരു നയം പാട്ടകൃഷിയുമായി ബന്ധപ്പെട്ട് നെൽകർഷകർ എന്ന നിലയ്ക്ക് നെൽകൃഷിയിൽ 10 ഏക്കറിൽ കൂടുതൽ കൃഷിയുള്ള ആളുകൾക്ക് സപ്ലൈക്കോ നമ്മുടെ നെല്ല് സംഭരിക്കാത്തൊരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. പാട്ടത്തിന് കൃഷി എടുത്താലും ആ കർഷകന്റെ തന്നെ പേരിൽ നെല്ല് അളക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റു നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ തലമുറയിലെ കർഷകർ കൃഷിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്നത് സ്ഥലത്തിന്റെ പരിമിതിയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള ഭൂമികളായതുകൊണ്ട് ചെറുകിട നാമമാത്ര കർഷകരാണ് ഭൂരിപക്ഷവും. ഈ പുതിയൊരു കാലഘട്ടത്തിൽ വിപണിയുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കണമെങ്കിൽ ഹ്യൂജ് ഏരിയ നമ്മൾ ചെയ്താൽ, അല്ലെങ്കിൽ വലിയ ഏരിയ ചെയ്താലേ കഴിയൂ. അപ്പൊ കർഷകര് കൂട്ടായ്മകൾ രൂപീകരിച്ച് ആ കൂട്ടായ്മ കൂട്ടമായി പാട്ടത്തിന് കൃഷിയെടുത്ത് അത് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റമായിരിക്കും. അതിനനുകൂലമായ രീതിയിൽ ഒരു നിയമം അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു പാട്ടകൃഷി നയം ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ, അത് അതിനെ പരിഗണനയിലുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. സർ, മറുപടി. ഇപ്പോ ഈ കൂട്ടിച്ചേർത്തുള്ള ഭാഗമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ട് പങ്കെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ നെൽകർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവില് 30 രൂപയാണല്ലോ ഇവിടെ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനകത്ത് 23 രൂപ സംതിങ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസയും ബാക്കി 6 രൂപ 31 പൈസയും മറ്റേ കേരളം കൊടുക്കുന്ന പൈസയുമാണ്. അപ്പൊ അതില് സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ ഉത്പാദന ബോണസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അയച്ചതായിട്ട് കഴിഞ്ഞ ദിവസം ശ്രദ്ധയപ്പെട്ടിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ആശങ്കയാണ് കേരളത്തിലെ നെൽകർഷകർക്ക് ഉണ്ടാക്കുന്നത്. അത് പരിഹരിക്കണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു നിലയ്ക്കാണ് ചർച്ചയാണ് അവിടെ ചെയ്തിരുന്നത്. ഞാൻ മാത്രമല്ല, ധാരാളം പേര് ഇപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ധാരാളം പേര് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. പാലക്കാട് ജില്ലയിലെ ഒരു നെൽകർഷകൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു കാര്യത്തിൽ കാണുന്നത്. ഇവിടെ മറുപടി എന്ന നിലയ്ക്ക് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ഒരു കാരണവശാലും ഈ നൽകുന്ന ബോണസ് അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ അധികമായി നൽകുന്ന തുക നൽകാതിരിക്കില്ല എന്ന് പറയണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഭാഗമായിട്ട് പറയാനുള്ള കാര്യം, ഒരു കാരണവശാലും അത് ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് മാറാത്ത രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം നെല്ലിൻ്റെ വില 30 രൂപയായി തന്നെ കർഷകർക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. അതല്ലാതിരുന്നാൽ ഏതെങ്കിലും ഒരു കർഷകൻ പൊതുവിപണിയിലല്ലാതെ അല്ലെങ്കിൽ മറ്റ് ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് വിൽക്കുന്ന സ്ഥിതി ഉണ്ടായാൽ
ഇപ്പം 30 രൂപ ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് നെൽകർഷകർക്ക് ഈ 28 രൂപയ്ക്കും 27 രൂപയ്ക്കും ഓപ്പണായിട്ട് മില്ലുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതൊരുപക്ഷെ അതില്ലാത്തൊരു സ്ഥിതി വന്നാൽ ഈ നെല്ലിന്റെ വില 23 രൂപ കൊടുക്കുകയും ബാക്കി പൈസ അക്കൗണ്ടിലേക്കോ മറ്റു നിലയ്ക്കോ നിക്ഷേപിക്കുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ നെല്ലിൽ ഓപ്പൺ മാർക്കറ്റിലെ വിലയെ ബാധിക്കും. പല കർഷകരും ഇത് സപ്ലൈകോയ്ക്ക് എടുക്കുന്ന രീതിയിലേക്ക് സംഭരിച്ച് വെക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. നെല്ല് കൊയ്തെടുത്ത ഉടനെ വിപണിയിൽ അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുണ്ട്. അപ്പോൾ അവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. അത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ നിലയ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പാലക്കാട്ടിലെ കർഷകരുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം ഇവിടെ GI ബന്ധപ്പെട്ട്, അപ്പോൾ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഒതുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ചർച്ച. GI ഭൗമസൂചിക പദവി കിട്ടിയ പാലക്കാടൻ മട്ടയും നവരയുമുള്ള അല്ലെങ്കിൽ നവരയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലക്കാട്. പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥിതി, എത്ര കേരളത്തിൽ ആയിരക്കണക്കിന് കിലോ നവര ഓരോ വർഷവും വിൽക്കുമ്പോൾ അതിൽ യഥാർത്ഥ നവരയാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നുണ്ടോ? കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ 10,000-കണക്കിന് ടണ്ണ് അല്ലെങ്കിൽ 1000-കണക്കിന് ടൺ നെല്ല് അരി കേരളത്തിൽ വിൽക്കുന്നുണ്ട്. പക്ഷെ ഭൗമസൂചിക പദവി കിട്ടിയ ഒരു നെല്ലിനമായിട്ട് പോലും കൃത്യമായി അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിന് വിപണി കണ്ടെത്താൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഉമ പോലുള്ള നെല്ലിനം 3 ടണ്ണിനും അതിന് മുകളിലും ഇപ്പോൾ ഇവിടെ നയപ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചിരുന്നു. 3 ടണ്ണിന് മുകളിൽ ഉമയ്ക്ക് വിളവ് ലഭിക്കുമ്പോൾ നവര പോലുള്ള നെല്ലിനങ്ങൾക്ക് 1 ടണ്ണേ വിളവ് ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ പൊതുവിപണിയിൽ 60 രൂപയ്ക്കും 70 രൂപയ്ക്കും നവര അരി ലഭിക്കുന്ന സ്ഥിതിയുണ്ട്. അത് നവരയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെയുള്ള ഭൗമസൂചിക പദവി ലഭിച്ച നെല്ലിനങ്ങൾ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡിൽ നമുക്ക് വിപണി കണ്ടെത്താൻ, അത് ഭൗമസൂചിക GI ടാഗ്ഡ് ആയിട്ട് തന്നെ വിപണി കണ്ടെത്താനുള്ളൊരു അടിയന്തരമായിട്ടുള്ള ശ്രമം നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, പാലക്കാടൻ മട്ട എന്നുള്ളത് കുറച്ച് നെല്ലിനങ്ങളുടെ ഗ്രൂപ്പിംഗ് ആണ് നമുക്കറിയാം. പക്ഷെ ഇന്ന് കേരളത്തിലെ വിപണിയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റു നിലയ്ക്ക് മട്ട തവിടോടുകൂടിയ, ചുമന്ന തവിടോടുകൂടിയ എല്ലാ ഇനങ്ങളും പാലക്കാട് മട്ട എന്ന രീതിയിൽ വിപണിയെ കീഴടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പലപ്പോഴും യഥാർത്ഥ പാലക്കാട് മട്ട നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നത്തിന് ന്യായവില കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുന്നുണ്ട്. ഇതും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പ്രമേയത്തെ അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിച്ച മറുപടിയെയും പ്രമേയത്തെയും ചർച്ചകളെല്ലാം തന്നെ വളരെ ഒരു നെൽകർഷകൻ എന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കേരളം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ സംവിധാനത്തിന്, ഈ വന്ന സർക്കുലറിനെതിരായി അണിനിരക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ നാട്ടിലെ നെൽകർഷകരെ സംരക്ഷിക്കുന്നതിന്, നെൽകൃഷി സംരക്ഷിക്കുന്നതിന്, അതിലൂടെ ഈ നാടിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചണിനിരക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പൊ ഈ ചർച്ച ചെയ്ത 3 കാര്യങ്ങളായിരുന്നു ഞാൻ ഉന്നയിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. ബാക്കി 140 മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നതിനകത്ത് കുറെ ആളുകളെങ്കിലും, എല്ലാവർക്കും അവസരം കിട്ടിയിട്ടില്ലെങ്കിലും കുറെ ആളുകൾക്ക് അവിടെ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. പലരും നല്ല ആശയങ്ങൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. പലരുടെയും ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നയരൂപീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും കൃഷി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ പരിപാടിയിലുണ്ടായിരുന്നു. നല്ല നിലക്കുള്ള മികച്ച ഒരു ഇമ്പാക്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനപ്പോൾ ആ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.